പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹാവന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷൻ്റെ ഉറവന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൽ അനുഗ്രഹീതരായ വാത്സല്യ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് നൽകിയ എല്ലാ നല്ല പ്രോത്സാഹനങ്ങൾക്കും കൈത്താങ്ങലുകൾക്കും നന്ദി പറയുന്നു. ഇന്ന് അല്പസമയത്തെ ചിന്തകൾക്കായി ഒരു തിരുവചന ഭാഗം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ആധാരമായി നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. വായിക്കുന്നത് ഇങ്ങനെയാണ്: തൃക്കണ്ണിൽ കൃപ ലഭിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയില്ല. ദൈവത്താൽ കൃപ ലഭിക്കപ്പെട്ടവളെ, യഹോവ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ തൻ്റെ ഭവനത്തിലേക്ക് പോയി. പിന്നെ അവളുടെ മുഖം വാടിയില്ല. ഇന്ന് പകൽക്കാലം നമുക്കെല്ലാവർക്കും വളരെ പരിചിതവും അനേക സന്ദർഭങ്ങളിൽ അനേക ദൈവദാസന്മാരിലൂടെ വായിച്ച് കേൾക്കപ്പെട്ടതുമായ ദൈവത്തിൻ്റെ വചനം ഒരു പ്രാവശ്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ 5 വാതിലുകളെക്കുറിച്ച്, 5 ചുമട്ടുകാരെക്കുറിച്ച് ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഇന്ന് 5 മുഖങ്ങളെക്കുറിച്ചാണ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. 5 മുഖങ്ങൾ വിശ്വാസ ജീവിതത്തിൻ്റെ പാതയിൽ കടന്നു പോകുന്ന 5 മുഖങ്ങളെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിനാധാരമായിട്ടാണ് ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ഹന്ന എന്ന് പറയുന്ന സഹോദരി ദേവാലയത്തിൽ കടന്നു എന്ന് തൻ്റെ സങ്കടങ്ങൾ ബോധിപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് മടങ്ങിയപ്പോൾ പറഞ്ഞ വാക്കാണ്. അവളുടെ ജീവിതത്തിലെ അനുഭവിച്ച ദുഃഖങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബിനിയായിരുന്നു ഹന്ന. അവളെ നിരന്തരമായി ഭാരപ്പെടുത്തുന്ന ഒരു പെനീന ആ ഭവനത്തിലുണ്ടായിരുന്നു. അവൾ ദേവാലയത്തിൽ പോകുന്ന സന്ദർഭമാകട്ടെ, വീട്ടിൽ ഇരിക്കുന്ന സന്ദർഭമാകട്ടെ, ഏതു സമയങ്ങളിലും കുത്തുവാക്കുകളാൽ അവളെ വേദനിപ്പിക്കുമായിരുന്നു. കാരണം അവൾക്ക് കുട്ടികളില്ലായിരുന്നു. അതിൻ്റെതായ വേദനകളും പ്രയാസങ്ങളും അവളുടെ ജീവിതത്തിൽ വളരെയധികമായിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ദേവാലയത്തിൽ കടന്നു എന്ന് അവൾ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അവൾ യഹോവയുടെ സന്നിധിയിൽ ഒരു നേർച്ച നേർന്നു. എനിക്ക് നീ ഒരു ആൺകുട്ടിയെ തന്നാൽ, ഒരു പുരുഷ പ്രജയെ തന്നാൽ, അതിനെ ഞാൻ യഹോവയ്ക്ക് കൊടുക്കും, യഹോവയ്ക്ക് ഞാൻ സമർപ്പിക്കും, യഹോവയ്ക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും, അവൻ്റെ ശുശ്രൂഷയ്ക്ക് സമർപ്പിക്കും, സുഹൃതക്കാരനായിരിക്കും. ഒരു വലിയ സമർപ്പണ ശുശ്രൂഷയ്ക്കായി അവൾ തീരുമാനമെടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ദുഃഖ അനുഭവങ്ങൾ കടന്നു വരാം, ദുഃഖ സാഹചര്യങ്ങൾ കടന്നു വരാം. നിരാശപ്പെട്ട അവസ്ഥകൾ, പ്രയാസപ്പെടുന്ന അവസ്ഥകൾ, മക്കളില്ലാത്തതിൻ്റെ പേരിൽ വീട്ടുകാരിൽ നിന്നും അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, സഹോദരങ്ങളിൽ നിന്നും കേൾക്കുന്ന വാക്കുകൾ, ബന്ധുക്കൾ പരിഹസിക്കുന്ന അവസ്ഥകൾ, ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ കടന്നു വരാം. അപ്പോഴൊക്കെ നമ്മൾ നിരാശപ്പെടുന്ന അവസ്ഥകളും വേദനയും ദുഃഖവും സങ്കടവും ഒക്കെയായിട്ട് കടന്നു പോകുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ വേദനകളുമായിട്ട് കടന്നു വരുന്നത് പ്രാർത്ഥനയ്ക്കാണ്. അതാണ് ഹന്നയും ആഗ്രഹിച്ചത്, പ്രാർത്ഥിക്കാം.
പ്രാർത്ഥനാ ജീവിതത്തിലൂടെ അവളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുകയാണ്. മാനുഷികമായ നിലകൾ മാറിപ്പോകും, മാനുഷികമായ ബന്ധങ്ങൾ മാറിപ്പോകും, മാനുഷികമായ അവസ്ഥകൾ മാറിപ്പോകും. പക്ഷെ ദൈവം മാറുകയില്ല. ഒരിക്കലും അവൻ മാറുകയില്ല. അവൻ നിന്നെ തള്ളിക്കളയുകയുമില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. അതുകൊണ്ടാണ് ദേവാലയത്തിൽ കടന്നു ചെന്ന് തൻ്റെ വേദനകളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ അറിയിച്ചു. ശബ്ദങ്ങളൊന്നും പുറത്തേക്ക് വരാതെ ചുണ്ടുകൾ അനക്കി അവൾ വേദനകളെ ദൈവസന്നിധിയിൽ പറഞ്ഞു. അപ്പോൾ ഏലി പുരോഹിതനെ കണ്ടിട്ട് കടന്നു വന്ന് അവളോട് ചോദിച്ചു, നീ എന്താണ്? നീ അതിരാവിലെ മദ്യം കഴിച്ചിട്ടുണ്ടോ? വീഞ്ഞു കുടിച്ചിട്ടുണ്ടോ? എന്താണ് നിന്റെ പ്രശ്നം? അവൾ പറഞ്ഞു, ഞാൻ വീഞ്ഞു കുടിച്ചിട്ടില്ല, മദ്യം കഴിച്ചിട്ടില്ല, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ്. ഏറിയ നാളായി വാടിയ മുഖമായിട്ട് ജീവിക്കുന്നവൾ, ഏറിയ നാളായി ദുഃഖത്തോടെ കഴിഞ്ഞവൾ, ഏറിയ നാളുകളായി പ്രയാസത്തോടെ അനുഭവിച്ചവൾ. എലി പുരോഹിതൻ അവളെ കണ്ടിട്ട് അവളെ വിളിച്ചു, നീ ഭാരപ്പെടേണ്ട, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, ദൈവം നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ ദൃഷ്ടി നിന്റെ മേൽ വെച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ മേൽ പകർന്നിരിക്കുന്നു, ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ നിമിഷം തന്നെ നിന്റെ മേൽ പകർന്നിരിക്കുന്നു, നീ സമാധാനത്തോടെ നിന്റെ ഭവനത്തിലേക്ക് പോകാ എന്നവളെ ആശ്വസിപ്പിച്ചു പറഞ്ഞു. അവൾ ദേവാലയം വിട്ട് പോകുമ്പോൾ അവളുടെ മുഖം പിന്നെ വാടിയിട്ടേയില്ല, വാടാത്ത മുഖം. ഇവിടെ വായിക്കുന്നത് പ്രാർത്ഥന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന കാഴ്ചപ്പാടാണ്. പ്രാർത്ഥന അനുഭവം, പ്രാർത്ഥന അനുഭവങ്ങളിലൂടെ, അതിൻ്റെ ഒരു വാചകത്തിൽ പറഞ്ഞാൽ രക്ഷയുടെ അടയാളമെന്ന് വേണം പറയാൻ. രക്ഷയുടെ അടയാളമാണ്, പ്രാർത്ഥനയുടെ അടയാളമാണ്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കിട്ടി. ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു. അവൾ ഏത് വിഷയത്തിനാണോ പ്രാർത്ഥിച്ചത് അതാണ് മറുപടി കിട്ടി. അതാണ് രക്ഷയുടെ അടയാളം എന്ന് പറയുന്നത്. അവൾ ദേവാലയത്തിൽ കൊണ്ട് കൊടുത്തു. ശൗമേൽ എന്ന് പേരിട്ടു. പിൻകാലങ്ങളിൽ ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ പ്രവാചകനായി ശൗമേൽ വളർന്നു. ഒരമ്മയുടെ കരച്ചിലാണ്. പ്രാർത്ഥനയിലൂടെ ഒരു രക്ഷ കണ്ടെത്തണം. വാടിയ മുഖം മാറണം, നിരാശപ്പെട്ട അവസ്ഥ മാറണം, സങ്കടപ്പെട്ട അവസ്ഥ മാറണം, ഒരു പുതിയ അനുഭവം ജീവിതത്തിൽ കടന്നു വരണം. അതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇനി ആരെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ കർത്താവിനോട് ചേർന്നിരിക്കുക. ഒരു രക്ഷയുടെ അടയാളം കാണുവാൻ കർത്താവെ നീ എന്നെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ ഭാഗം ഞാനങ്ങ് വിടുകയാണ്. രണ്ടാമതായിട്ട് നമുക്കൊരു വേദഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യമാണ്. അവിടെ നമുക്കറിയാം, കയ്യനും ഹാബേലും 2 സഹോദരങ്ങൾ, ആദാമിൻ്റെയും ഹവ്വയുടെയും 2 മക്കൾ. കയ്യൻ കൃഷിക്കാരനും ഹാബേൽ ആട്ടിടയനുമായിരുന്നു. 2 പേരും ഒരു ദിവസം ആരാധനയ്ക്കായി കടന്നുപോയി. ദൈവസന്നിധിയിൽ അവർക്ക് ലഭിക്കപ്പെട്ട നന്മയുടെ ഓഹരി യഹോവയ്ക്ക് സമർപ്പിച്ചു. യഹോവ 2നെയും കണ്ടു, 2നെയും അനുഗ്രഹിച്ചു. എന്നാൽ പ്രസാദിച്ചത് ഹാബേലിൻ്റെ യാഗത്തിലായിരുന്നു. യഹോവയുടെ കടാക്ഷം, അനുഗ്രഹം കണ്ടപ്പോൾ കയ്യന് സഹിക്കാൻ പറ്റിയില്ല. കയ്യൻ തൻ്റെ സഹോദരനെ അടിച്ചു കൊല്ലുകയും അതിനെ മറവ് ചെയ്ത് താൻ ഒന്നും അറിയാത്തവനായി വരുമ്പോൾ യഹോവ ചോദിച്ചു, നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ത്? പാപത്താലാണ് മുഖം വാടുന്നത്. പാപം വാതുക്കൽ കിടക്കുമ്പോഴാണ്. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് കറുത്തിരുണ്ട മുഖമെന്നാണ്. കറുപ്പിൻ്റെ മുഖമാണ്. കാരണം പാപം വാതുക്കൽ കിടക്കുന്നത് കൊണ്ടാണ്, പാപം കൂടെയുള്ളത് കൊണ്ടാണ്, പാപം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അവനിൽ അടങ്ങിയിരിക്കുന്ന ആ പാപത്തിൻ്റെ ശൈലി, പാപത്തിൻ്റെ അവസ്ഥയാണ് കയ്യിൻ്റെ ജീവിതത്തിൽ. നിന്റെ മുഖം വാടുന്നതെന്തോ? പറയാൻ ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിലും സമയം നമ്മുടെ മുൻപിലില്ലാത്തത് കൊണ്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. അടുത്തതായിട്ട് അഴകുള്ള മുഖം. 1 വാടാത്ത മുഖമാണ്, 2 വാടിയ മുഖമാണ്, 3 അഴകുള്ള മുഖം.
പ്രവാസ ജീവിതത്തിൽ കടന്നുപോയതായിരിക്കുന്ന ദാനിയേല്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ഇവർ 4 പേരും രാജാവിൻ്റെ മുമ്പിൽ വെച്ചൊരു കാര്യം പറഞ്ഞു. അങ്ങയുടെ പുത്രിപുത്രന്മാരെയും അവർക്ക് രാജഭക്ഷണം കൊടുക്കുക, 10 ദിവസം നിങ്ങൾ പരീക്ഷിക്കുക, ഭക്ഷണം കൊടുത്ത് ഞങ്ങൾ വെള്ളവും പരിപ്പും സഹപദാർത്ഥം മാത്രം കഴിച്ചുകൊണ്ട് ഞങ്ങളിരിക്കാം, അതിനുശേഷം ഞങ്ങളെ ഒന്നൊത്തു നോക്കണം. ഇതിൽ ആരുടെ മുഖമാണ് സൗന്ദര്യമുള്ള മുഖമെന്ന് കാണുവാൻ, അല്ലെങ്കിൽ അഴകുള്ള മുഖമെന്ന് കാണുവാൻ? ഇന്ന് സൗന്ദര്യം വരുവാൻ വേണ്ടി ഒരുപാട് കെമിക്കലുകളുണ്ട്, ഒരുപാട് വൈദ്യശാസ്ത്രങ്ങളുണ്ട്. വിരൂപമായിരിക്കുന്ന മുഖമാണെങ്കിലും പ്ലാസ്റ്റിക് സർജനൊക്കെ ചെയ്ത് അതിനെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടി മനുഷ്യൻ വ്യഗ്രത കാണിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് സൗന്ദര്യത്തിന് വേണ്ടി സൗന്ദര്യ വർധനവ് ധാരാളം വിപണിയിൽ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ അങ്ങനെയൊന്നുമല്ല. യാതൊരു മേക്കപ്പും ഇല്ല, ഇവിടെ പൗഡറുകളൊന്നുമില്ല, ഇവിടെ ക്രീമുകളൊന്നുമില്ല, ഇവിടെ മറ്റൊന്നുമില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ, അവർ ഭക്ഷണം മാത്രമേ കഴിച്ചുള്ളൂ. 10 ദിവസം കഴിഞ്ഞു. രാജപുത്രന്മാരെയും കൊണ്ടുവന്നു, ഈ 4 ചെറുപ്പക്കാരെയും കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് നോക്കിയപ്പോൾ അവരുടെ മുഖം അഴകുള്ളതെന്ന് കണ്ടു. അഴകുള്ള മുഖം, സൗന്ദര്യമുള്ള മുഖം. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ മുഖമാണ് ഈ കാണുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ മുഖം സൗന്ദര്യമുള്ളതായി മാറി, ഐശ്വര്യമുള്ളതായി മാറി, വെളിച്ചമുള്ളതായി മാറി. അവിടെ ഒരു വലിയ സൗന്ദര്യം അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരാനിടയായി തീർന്നു. സ്വന്തം അഴകുള്ള മുഖം, അഴകുള്ള മുഖം, അത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനെ കാണിക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ തളർത്തുകളയുന്ന വിഷയങ്ങൾ, ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന വേളകളിലൊക്കെ നാം പ്രാർത്ഥനയോടെ അടുത്ത് വരാം, പ്രാർത്ഥനയിൽ ശക്തിപ്പെടാം. പ്രാർത്ഥനയുടെ പുതിയ മുഖങ്ങൾ കണ്ടുകൊണ്ട് ആത്മീയ ജീവിതത്തിൻ്റെ പുതിയ ദർശനങ്ങളെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അനുഗ്രഹമായി മാറും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പലപ്പോഴും ജീവിതത്തിൽ നിരാശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. പലവിധമായ പ്രശ്നങ്ങൾ മുൻപിൽ നിൽക്കുകയാണ്, പലവിധമായ പോരാട്ടങ്ങൾ വരികയാണ്. തളർന്നു പോകരുത്. പ്രതിസന്ധികളുടെ നടുവിൽ 4 ചെറുപ്പക്കാർ ശാഖപദാർത്ഥം കഴിച്ചുകൊണ്ട് വിശ്വാസത്താൽ, പ്രാർത്ഥനയാൽ നിരന്തരമായി ധ്യാനത്തിൽ ഇരുന്നപ്പോൾ അവർ തളർന്നില്ല, അവർ ക്ഷീണിച്ചില്ല, അവർ ബലപ്പെടുവാനിടയായി തീർന്നു. ബലമെന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിൽ വീണാലും, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. യഹോവ എന്നോട് കൂടെയുണ്ട്. യഹോവ കൂടെയുണ്ട് എങ്കിൽ നാം ഭയപ്പെടേണ്ടതില്ല. യഹോവ അരികിലുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവ സാന്നിധ്യം ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. മഹാമാരിയുടെ വ്യാപനങ്ങൾ അതിശക്തമായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടങ്ങളിൽ നാം തളർന്നു പോകാതെ നാം ശക്തിയോടുകൂടെ നിൽക്കുന്നത് ദൈവകൃപയൊന്നു മാത്രമാണ്. ദൈവം നമ്മെ ഓരോ ദിവസവും പരിപാലിക്കുന്നത്, കരുതുന്നത് ആ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ആ ചെറുപ്പക്കാരെ പോലെ നമുക്ക് അതേ സൗന്ദര്യമുള്ള മുഖമായി നമുക്ക് ശോഭയോടുകൂടെ നിൽക്കാം. ദൈവം അനുഗ്രഹത്തോടുകൂടെ നടത്തുമാറാകട്ടെ. മറ്റൊന്ന്, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അവിടെ വായിക്കുമ്പോൾ മൂടുപടം നീങ്ങിയ മുഖം. മൂടുപടം പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഒരു വിശ്വാസി അടുത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില മൂടുപടങ്ങളുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയ്ക്കൊരു തടസ്സമാണ്, അത് അനുഗ്രഹത്തിന് തടസ്സമാണ്, അത് വിശ്വാസത്തിന് തടസ്സമാണ്, അത് പ്രത്യാശയ്ക്ക് തടസ്സമാണ്. അതിനെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ആ മൂടുപടത്തെ മാറ്റണം. നാം സ്വയം മൂടുപടം ഇട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മേൽ ആരെങ്കിലും മൂടുപടം വിരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്തു മാറ്റിയിട്ട് പ്രാർത്ഥനയോടുകൂടെ വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ പുതിയ ഒരു അനുഭവം, അതാണ് മൂടുപടം നീങ്ങിയ മുഖം. ആ മുഖമാണ് നമുക്ക് വേണ്ടത്. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ മൂടുപടത്തോടു കൂടിയല്ല, മുഖം മറച്ചല്ല, പ്രശ്നങ്ങളാൽ മൂടുപടങ്ങളാണ്.
നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മൂടുപടമായിട്ട് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ മൂടുപടം നീങ്ങിയ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അവിടെയാണ് നമ്മളെ അനുഗ്രഹത്തോടുകൂടെ ദൈവം നടത്തുന്നത്. ഒന്ന്, മൂടുപടം നീക്കി പ്രാർത്ഥനയോടെ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ, ഉപവാസത്തിനിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് യശയ്യാപ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ അമിക്കയറുകളെ തകർത്ത് കളയുക. നുഖത്തിൻ്റെ അമിക്കയറുകളെ തകർത്ത് കളയുക. നമ്മുടെ മേലൊരു അമിക്കയറുണ്ടെങ്കിൽ അതിനെ നാം അറുത്ത് കളയണം. പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ മനസ്സ് ശുദ്ധമായിരിക്കണം. പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ മനസ്സ് ശാന്തമായിരിക്കണം. തേങ്ങിയ അവസ്ഥയല്ല, ഓളത്തിൻ്റെ അവസ്ഥയല്ല, ചാടുന്ന അവസ്ഥയല്ല. നമ്മൾ ഒരു നിമിഷം ഇരിക്കുമ്പോൾ അത് നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മൂടുപടങ്ങളെല്ലാം മാറി നമ്മൾ സ്വസ്ഥവും സമാധാനവുമായി ഒരു നിമിഷം പ്രാർത്ഥനയോടെ ഇരിക്കണം. അവിടെയാണ് ദൈവാനുഗ്രഹം നമ്മളിൽ അനുഗ്രഹമായി മാറുന്നത്. മൂടുപടം നീങ്ങിയ മുഖം. പ്രിയമുള്ളവരെ, 5-ാമത്തെ മുഖം നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 15-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 15-ാമത്തെ വാക്യം. 1-ാം നൂറ്റാണ്ടിൽ സ്തെഫാനോസ് എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ സുവിശേഷത്താൽ പ്രവർത്തനം ആരംഭിച്ച് ഗ്രാമങ്ങളും പട്ടണങ്ങളും വീടുകളുമൊക്കെ സുവിശേഷം അറിയിച്ച് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ ആ കാലഘട്ടത്തിലുള്ള ചില ആളുകൾ പിടിക്കുകയും തന്നെ ന്യായപ്രമാണം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലുവാൻ അവർ കൊണ്ടുവന്നു. അവിടെ വായിക്കുന്നത്, തനിക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. താൻ ഒരു ഭക്തനായ മനുഷ്യനാണ്, താൻ ആർക്കും ദോഷം ചെയ്യാത്ത വ്യക്തിയാണ്, താൻ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന വ്യക്തിയാണ്, ദൈവത്തിന് വേണ്ടി നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ തൻ്റെ മേൽ ചില ആരോപണങ്ങളാൽ തന്നെ തകർത്ത് കളയാൻ കടന്നു വന്നു. തൻ്റെ വിശ്വാസത്തെ തകർക്കാൻ പറ്റിയില്ല, തൻ്റെ പ്രാർത്ഥനയെ തകർക്കാൻ പറ്റിയില്ല. പക്ഷെ തൻ്റെ പ്രവർത്തനത്തെ തകർത്ത് കളയുവാൻ ചില ശക്തികൾ എഴുന്നേറ്റു. അവരെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ മോശയുടെ ന്യായപ്രമാണം നടത്തുവാനായിട്ട് അവർ ആഗ്രഹിച്ചു. അങ്ങനെയാണ് കല്ലെറിയാൻ കൊണ്ടുവന്നത്. അപ്പോൾ സ്തെഫാനോസിന്റെ മുഖത്തേക്ക് അവർ നോക്കി. അവിടെ വായിക്കുന്നത്, ഒരു ദൈവദൂതന്റെ മുഖം പോലെ ആയിരുന്നു. കർത്താവിൽ പ്രിയരെ, എന്നെ കേൾക്കുന്ന വാത്സല്യ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ട ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്, ദൈവവേല ചെയ്യുന്നവരാണ്, ദൈവപ്രവർത്തിക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ മേൽ ആരോപണങ്ങൾ വരും. നമ്മളെ തകർത്ത് കളയുന്ന വിധത്തിലുള്ള ശക്തികൾ എഴുന്നേൽക്കും. നമ്മുടെ പ്രാർത്ഥനയെ തകർക്കുന്ന ശക്തികൾ എഴുന്നേൽക്കും. അത് നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നിന്നാകാം, അത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നാകാം, അത് നമ്മുടെ കൂട്ടായ്മകളിൽ നിന്നാകാം, നമ്മുടെ പ്രവർത്തിക്കുന്ന കൂട്ട സഹോദരന്മാരായിരിക്കാം. നമ്മളെ തകർത്ത് കളയുന്ന നമ്മുടെ ഭൗതികമായ അനുഗ്രഹത്തെ, ആത്മീയമായ മണ്ഡലത്തെ, ദൈവികമായ ദർശനത്തെ അതിനെ തകർത്ത് കളയുന്ന വിധത്തിലുള്ള ഒരു വലിയ ശക്തി നിനക്കെതിരെ എഴുന്നേൽക്കുന്നു. ഭാരപ്പെടേണ്ട. ഇടത്തും വലത്തുനിന്നും കല്ലുകൾ വരട്ടെ, ആരോപണങ്ങൾ വരട്ടെ. പക്ഷേ തകരാത്തൊരു മനസ്സുമായി സ്തെഫാനോസ് ഉറച്ചു നിന്നു. നീറുകൊള്ളുമ്പോൾ സ്വർഗീയ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി. ഈ പാപം ഇവരുടെ മേൽ വെക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവദാസൻ പ്രാർത്ഥിച്ചു. തൻ്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ ആയിരുന്നു. മറ്റുള്ളവർ പറയുകയാണ്, ഇതൊരു ദൈവഭക്തനായ മനുഷ്യനായിരുന്നു. അവർ പറയണം, ശത്രുക്കളെ നിന്നെ കൊണ്ട് പറയിപ്പിക്കും, ശത്രുക്കളെ കൊണ്ട് പറയിപ്പിക്കും. നീ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണ്, നീ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണ്, നീ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണ്, നീ പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞാണ്. ഏത് സ്ഥാനത്തായിരുന്നാലും ഏത് ഇടത്തായിരുന്നാലും പ്രതികൂലത്തിന് നടുവിലും തളർന്നു പോകുന്ന വേളകളിൽ നീ മുട്ടമേൽ നിന്നുകൊണ്ട് നീ ഉയരത്തിലേക്ക് കണ്ണുകളെ ഉയർത്തിയാൽ നിനക്ക് മുമ്പിൽ സ്വർഗം തുറക്കപ്പെടും. അവിടെ വായിക്കുന്നത് സ്വർഗം തുറന്നു എന്നാണ്. സ്വർഗം തുറക്കപ്പെട്ട 5 സന്ദർഭങ്ങളേ ഉള്ളൂ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ തുറക്കപ്പെട്ട 5 സ്വർഗം ദൈവസന്നിധിയിൽ വെളിപ്പെടുത്താം. സ്തോത്രം. സ്വർഗം തുറക്കും, നിന്റെ മുമ്പിൽ തുറക്കും, വിഹിതരുടെ നടുവിൽ തുറക്കും, സങ്കടത്തിൻ്റെ നടുവിൽ തുറക്കും. ഇന്ന് പകൽക്കാലം
നീ തളർന്നിരിക്കുന്ന മനസ്സുമായിട്ടിരിക്കുന്നെങ്കിൽ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരിക. കണ്ണുനീരോടെ കടന്നു വരിക, വേദനയോടെ കടന്നു വരിക. ഒരു വിടുതൽ നിനക്ക് മുമ്പിലുണ്ട്, ആശ്വാസമുണ്ട്. അതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ ഒരനുഗ്രഹമായി ദൈവം നമ്മെ നടത്തും. ഒന്നുമില്ലായ്കയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. അന്നവസ്രാധി നന്മകളേ എണ്ണമില്ലാതന്മേൽ ചൊരിഞ്ഞു, തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. കൺമണി പോലെ സൂക്ഷിക്കുന്ന, അവൻ നമ്മെ സ്നേഹിക്കുന്ന അവൻ്റെ മുമ്പിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ 5 മുഖങ്ങൾ. വാടിയ മുഖമുണ്ട്, വാടാത്ത മുഖമുണ്ട്, സൗന്ദര്യമുള്ള മുഖമുണ്ട്, മൂടുപട ഇട്ട മുഖമുണ്ട്, ദൈവദൂതനെ പോലെയുള്ള മുഖമുണ്ട്. നെഹമ്യാവിനോട് ചോദിച്ചു, നിന്റെ മുഖം വാടുന്നത് എന്താണ്? വിളറിയ മുഖമാണോ? ചുമന്ന മുഖമാണോ? കരയുന്ന മുഖമാണോ? ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതിലൊരു മാറ്റം വരാൻ പോവുകയാണ്. 2021 ഒരു അനുഗ്രഹ വർഷമാണ്. സ്തോത്രം. ഈ വർഷം പ്രാർത്ഥിച്ച പല പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ചില നന്മകൾ പ്രാപിക്കാനും അനുഗ്രഹം പ്രാപിക്കുവാനും വിടുതൽ പ്രാപിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അവരുടെ ഒന്നും പേരുകൾ എടുത്തു പറയുന്നില്ല എന്ന് മാത്രം. സ്തോത്രം. ദൈവം വിടുവിക്കാൻ പോവുകയാണ്, അനുഗ്രഹിക്കാൻ പോവുകയാണ്. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങളെ ശ്രമിക്കുന്ന വാത്സല്യ മാതാക്കളെയും പിതാക്കന്മാരെയും സഹോദരി സഹോദരിമാരെയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വദേശത്തും വിദേശത്തും കർത്താവ് ജോലി ചെയ്യുന്ന പ്രവാസത്തിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീട് വിട്ട്, നാട് വിട്ട്, ദേശം വിട്ട് ഉപജീവന മാർഗത്തിനായി അലയുന്ന പ്രിയപ്പെട്ടവരെ, അവരുടെ കുടുംബജീവിതം, കുഞ്ഞുങ്ങൾ, അവരുടെ ബിസിനസ്സുകൾ, അവരുടെ നടത്തിപ്പുകൾ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായ സകല നന്മകളും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം. ജന്മദിനം ആഘോഷിക്കുന്നവരുണ്ട്, വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. വേർപാടിൻ്റെയും ദുഃഖത്തിൻ്റെയും വേദനയിൽ നൽകിയിരിക്കുന്നവരുണ്ട്, അവരെ ആശ്വസിപ്പിക്കണം. ഈ മഹാമാരിയുടെ നടുവിൽ ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരെ ആശ്വസിപ്പിക്കണം. ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ കരുതലും കാവലും ഓരോ പ്രിയപ്പെട്ടവരോടും കൂടെ ഇരിക്കണം. നന്മകളും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം, മാനമഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നല്ല ഇടയൻ നിങ്ങളെ നടത്തട്ടെ, ആ നല്ല ഇടയൻ പരിപാലിക്കട്ടെ. ആ നല്ല ഇടയൻ്റെ സ്പന്ദനം അനുഭവിച്ചുകൊണ്ട് ഈ മരുഭൂ പ്രയാണത്തിൽ നമുക്ക് യാത്ര ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആട്ടിടയാ ആട്ടിടയാ നീ മാത്രം നല്ല ഇടയൻ, നീ മാത്രം നല്ല ഇടയൻ. ആടുകൾക്കായി ജീവൻ നൽകിയ നീ മാത്രം നല്ല ഇടയൻ.
കാണാതെ പോയ എന്നെ തേടി വന്നല്ലോ നീ ചാരേ. കാണാതെ പോയ എന്നെ തേടി വന്നല്ലോ നീ ചാരേ. നിത്യജീവൻ നൽകിയ ദേവാ, നീ മാത്രം നല്ല ഇടയൻ, നീ മാത്രം നല്ല ഇടയൻ. ആട്ടിടയാ ആട്ടിടയാ, നീ മാത്രം നല്ല ഇടയൻ, നീ മാത്രം നല്ല ഇടയൻ. ആടുകളെ തേടി നീ ഒരു നാളും കൈവിടാതെ, ആടുകളെ തേടി നീ ഒരു നാളും കൈവിടാതെ, അന്ത്യത്തോളം നടത്തുന്ന ദേവാ, നീ മാത്രം നല്ല ഇടയൻ, നീ മാത്രം നല്ല ഇടയൻ. ആട്ടിടയാ ആട്ടിടയാ, നീ മാത്രം നല്ല ഇടയൻ, നീ മാത്രം നല്ല ഇടയൻ.